സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. കേരളം വെന്തുരുകിയാണ് ചൂടുകൊണ്ട്. എല്ലാവർക്കും അറിയാം, ഭയങ്കര ചൂടാണിപ്പോൾ. പ്രത്യേകിച്ചിട്ട് രാത്രിയിൽ നമ്മൾ കിടക്കുകയാണെങ്കിൽ കോൺക്രീറ്റിൻ്റെ ചൂടും അതേപോലെ തന്നെ ഫാനിൻ്റെ ചൂടും എല്ലാം കൊണ്ട് നമ്മൾക്ക് ഇരിക്കുക പൊറുതിയില്ലാത്തൊരവസ്ഥ. നിങ്ങൾക്ക് ഫാനും എ സിയും ഇല്ലാതെ നിങ്ങൾക്ക് ഈ വേനൽക്കാലം കഴിച്ചു കൂട്ടാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും കഴിച്ചു കൂട്ടാൻ പറ്റും എന്നാണ് എൻ്റെ അനുഭവം. നമ്മൾ വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ KSEBിയുടെ ഒരുപാട് ട്രാൻസ്ഫോമർ അത് കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അമിതമായിട്ടുള്ള ലോഡ്. എല്ലാവരും വീട്ടിൽ AC വയ്ക്കുന്നു, എന്നിട്ട് ഉപയോഗിക്കുന്നു. കാരണം ഈ ചൂടുമുണ്ട്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ വേനൽക്കാലം ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാതെ രാത്രി നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം. നിങ്ങളുടെ ടെറസിൻ്റെ മുകളിൽ കയറിയതിന് ശേഷം അവിടെ ഒരു കട്ടിലിടുക, അല്ലെങ്കിൽ നിലത്ത് തന്നെ കിടക്കുക. കൊതുകിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ഒരു കൊതുക് വല ഉപയോഗിക്കുക. വളരെ സിമ്പിൾ. എത്ര മനോഹരമായിട്ടുള്ള തണുത്ത കാറ്റാണ് വീശുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കൂ. ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളിങ്ങനെ തുറന്ന സ്ഥലത്ത് രാത്രി നിങ്ങൾ കിടന്നിട്ടുള്ള അനുഭവം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് അനുഭവിച്ച് നോക്കണം. ഞാൻ മിക്ക ദിവസങ്ങളിലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ടെറസിൻ്റെ മുകളിലായിരിക്കും ഞാൻ കിടക്കുക, പ്രത്യേകിച്ച് വേനൽക്കാലത്ത്. അത് ഏത് സ്ഥലത്താണെങ്കിലും. കാരണം മുറിയുടെ ഉള്ളിൽ നമുക്ക് ഒരിക്കലും കിടക്കാൻ പറ്റില്ല. കാരണം ഈ ഫാനിൻ്റെ ചൂടുകൊണ്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കേണ്ടി വരും. എന്നാലും ഹൈഡ്രേഷൻ ഉണ്ടാവും. നമ്മുടെ ഉറക്കം ശരിയാവില്ല, ഒരിക്കലും ശരിയാവില്ല. പക്ഷെ നമ്മളിങ്ങനെ പുറത്ത് നമ്മൾ കിടക്കുകയാണെങ്കിൽ, ടെറസിൻ്റെ മുകളിൽ നമ്മളൊരു കട്ടിലിൽ അല്ലെങ്കിൽ താഴെ നമ്മൾ കിടക്കുകയാണെങ്കിൽ വളരെ തണുത്ത കാറ്റാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ഒരു ഫാനിൻ്റെയും ആവശ്യമില്ല, ഒരു ACയുടെയും ആവശ്യമില്ല. വളരെ സുഖകരമായിട്ടുള്ള ഉറക്കം നിങ്ങൾക്ക് കിട്ടും. ഉറങ്ങുന്നതേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾ ഉണരുന്നത് രാവിലെ ആയതിനു ശേഷമായിരിക്കും. വളരെ നല്ല ഒരു അനുഭവമാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ അനുഭവം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് മാത്രം. ഞാൻ ഈ സമയത്ത് ACയോ അതേപോലെ തന്നെ ഫാനോ ഒട്ടും തന്നെ ഉപയോഗിക്കാറില്ല. തുറന്ന സ്ഥലത്താണ് രാത്രി കിടക്കാറുള്ളത്. വളരെ നല്ല ഒരു കുളിരുള്ള ഒരു കാറ്റായിരിക്കും രാത്രി ഉണ്ടാവുക. മട്ടുപ്പാവ് അല്പം ചൂടുണ്ടാവും നമ്മൾ വൈകുന്നേരം പോകുന്ന സമയത്ത്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞാൽ ചൂടെല്ലാം പോകും. വളരെ നല്ല തണുപ്പുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടെറസ് ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ മുറ്റത്ത് നിങ്ങളൊരു കട്ടിലിട്ടതിന് ശേഷം അതിലൊരു കൊതുക് വല കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് കിടക്കാവുന്നതാണ്. ഞാൻ നോർത്ത് ഇന്ത്യയിലെല്ലാം പോകുന്ന സമയത്ത് ഞാൻ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട്, പകൽ സമയത്ത് ആൾക്കാർ ഒരു മാവിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കട്ടിലിട്ടിട്ട് അവരവിടെയാണ് ഇരിക്കുക. വളരെ നല്ല, നമ്മൾക്ക് കൊതി തോന്നും നമ്മൾ ആ കാഴ്ചകൾ കാണുമ്പോൾ. ചുറ്റും കുറേ പശുക്കളുണ്ടാവും, എരുമകളുണ്ടാവും, ആടുണ്ടാവും. അതെല്ലാം ആ കട്ടിൽ തന്നെയായിരിക്കും കെട്ടിയിട്ടുണ്ടാവുക. എന്നിട്ട് ആ വ്യക്തി ആ കട്ടിൽ സുഖമായിട്ട് പകൽ കഴിച്ചു കൂട്ടുന്നു. രാത്രിയും അതേപോലെ തന്നെ അവർ തുറന്ന സ്ഥലത്താണ് അവർ കഴിച്ചു കൂട്ടാറുള്ളത്. വളരെ നല്ല സുഖകരമായിട്ടുള്ളൊരു ഉറക്കമായിരിക്കും അവർക്ക് ഉണ്ടാകുക. അതായത് ജീവിതത്തിൽ നമ്മൾ ആനന്ദം അനുഭവിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്കൊരിക്കലും ആ റൂമിൽ നമുക്ക് അതിനുള്ള അനുഭവിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നമ്മളിങ്ങനെ തുറന്ന സ്ഥലത്ത് ഇങ്ങനെ കിടന്നതിന് ശേഷം ചന്ദ്രികയെ നോക്കി നമ്മൾ കിടക്കുകയാണെങ്കിൽ, ആ ചന്ദ്രനെ നോക്കി നമ്മൾ കിടക്കുകയാണെങ്കിൽ എത്ര തണുത്ത ഒരു സുഖകരമായിട്ടുള്ള ഒരു ഉറക്കമായിരിക്കും അത് എന്നുള്ളത് നിങ്ങൾക്ക് സങ്കല്പിക്കാനേ സാധിക്കില്ല. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ആ സുഖം അറിയൂ. ഫാനും വേണ്ട, ACയും വേണ്ട, ഹെൽത്തിൻ്റെ പ്രശ്നങ്ങളുമില്ല. വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ്. നിങ്ങൾ AC എല്ലാം കുറേ കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് അഡിക്റ്റായിട്ട് തീരും. അതുകൂടാതെ ശരീരത്തിന് അനേകം ഒരുപക്ഷേ പ്രശ്നങ്ങളും വന്നേക്കാം. പക്ഷേ ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾ കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ രീതിയിലുള്ള യാതൊരുവിധ ദോഷവും ഉണ്ടാവില്ല. കറണ്ട് ചിലവില്ല. അതുകൂടാതെ നിങ്ങൾക്ക് വളരെ സ്വസ്ഥമായിട്ടുള്ള ഒരു ഉറക്കമായിരിക്കും ഉണ്ടാകുക. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.